ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഞങ്ങളിന്നൊരു യാത്ര പോവുകയാണ്. ഫാമിലി ആയിട്ടാണ് പോകുന്നത്. വൈഫും മോനും കൂടെയുണ്ട്. വാഗമണിലേക്കാണ് ഞങ്ങളുടെ ഇന്നത്തെ യാത്ര. സോ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ജേണി. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സമയമായിട്ടുണ്ട്. ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്തപ്പോൾ കണ്ട അത്യാവശ്യം നല്ല റേറ്റിംഗ് ഒക്കെയുള്ള ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലേക്കാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വീണ്ടും വാഗമൺ ലക്ഷ്യമാക്കി യാത്ര തുടങ്ങി. ഇപ്പോൾ അങ്ങ് ദൂരെയായി മലനിരകൾ കാണപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലുള്ള യാത്രകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എത്ര കണ്ടാലും മടുക്കാത്ത ഈ ഹൈ റേഞ്ചിൻ്റെ മനോഹാരിത തന്നെയാണ്. അങ്ങനെ ഇന്നത്തെ നമ്മുടെ ഈ യാത്രയുടെ ആദ്യത്തെ പോയിന്റിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇതൊരു വ്യൂ പോയിൻ്റാണ്. കാരിക്കാട് വ്യൂ പോയിൻ്റ് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഇതുവഴി വാഗമണിലേക്ക് പോകുന്ന മിക്കവാറും എല്ലാ യാത്രക്കാരും തന്നെ ഇവിടെ വണ്ടി നിർത്താറുണ്ട്. ഇവിടെ നിന്ന് നോക്കിയാൽ വളരെ മനോഹരമായൊരു വ്യൂ നമുക്ക് കാണുവാൻ സാധിക്കും. കൂടാതെ ഇവിടെ ചായയും സ്നാക്സും ഐസ്ക്രീമും മറ്റ് സാധനങ്ങളും കിട്ടുന്ന ചെറിയ കടകൾ ധാരാളമായി നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഫോട്ടോസ് എടുക്കുവാനും ഒന്ന് റിഫ്രഷ് ആകാനുമായി ഇതുവഴി പോകുന്ന മിക്ക സഞ്ചാരികളും ഇവിടെ വണ്ടി നിർത്താറുണ്ട്. കുറച്ച് സമയം വ്യൂ പോയിന്റിൽ ചിലവഴിച്ച ശേഷം ഞങ്ങൾ വീണ്ടും വാഗമൺ ലക്ഷ്യമാക്കി യാത്ര തുടർന്നു. വാഗമണിൽ കാണാൻ ധാരാളം സ്ഥലങ്ങളുണ്ടെങ്കിലും
ഞങ്ങൾ ആദ്യം പോകാൻ ഉദ്ദേശിക്കുന്നത് വാഗമൺ അഡ്വഞ്ചർ പാർക്കിലേക്കാണ്. നമ്മളിപ്പോൾ വാഗമൺ അഡ്വഞ്ചർ പാർക്കിൽ എത്തിയിരിക്കുകയാണ്. ഇത് മെയ് മാസമായതുകൊണ്ടും ഇന്നൊരു ഞായറാഴ്ച ആയതുകൊണ്ടും സഞ്ചാരികളുടെ നല്ല തിരക്കാണ് ഇവിടെയുള്ളത്. അഡ്വഞ്ചർ പാർക്കിൽ പ്രവേശിക്കാൻ നമ്മൾ ആദ്യം ആൾക്കാർക്കും നമ്മുടെ വാഹനത്തിനും ഒരു പ്രവേശന പാസ് എടുക്കേണ്ടതുണ്ട്. ഈ പാർക്കിനുള്ളിൽ കുട്ടികൾക്കും മുതിർന്നവർക്കുമായി ധാരാളം അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഒരുക്കിയിട്ടുണ്ട്. എല്ലാം തന്നെ നല്ല രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളോടെയാണ് സജ്ജമാക്കിയിരിക്കുന്നത്. ഓരോ അഡ്വഞ്ചർ ആക്ടിവിറ്റിക്കും പ്രത്യേകം ഫീസാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് താല്പര്യമുള്ള ആക്ടിവിറ്റിക്ക് മാത്രം പണം മുടക്കി ടിക്കറ്റ് എടുത്ത് കയറിയാൽ മതിയാകും. ഇത് ഒരു ടവറാണ്. നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കയറുവാൻ സാധിക്കും. ഇവിടെ നിന്ന് നോക്കിയാൽ ഈ പാർക്കിൻ്റെ ഒരു മുഴുവനായ ദൃശ്യം നമുക്ക് കാണുവാൻ സാധിക്കും. കൂടാതെ ദൂരെയുള്ള മലകളുടെ വളരെ മനോഹരമായൊരു ദൃശ്യം നമുക്ക് ഇവിടുന്ന് കാണാനും ഫോട്ടോസ് എടുക്കുവാനും സാധിക്കുന്നതാണ്. ധാരാളം അഡ്വഞ്ചർ റൈഡുകൾ ഈ പാർക്കിൽ ഒരുക്കിയിട്ടുണ്ട്. അഡ്വഞ്ചർ പ്രേമികൾക്ക് ഇതൊരു സ്വർഗം തന്നെയാണ് എന്ന് പറയേണ്ടി വരും. അല്പസമയം കഴിഞ്ഞപ്പോൾ മോന് എന്തെങ്കിലും ഒരു അഡ്വഞ്ചർ ആക്ടിവിറ്റി ചെയ്യണമെന്ന് തോന്നി. അവൻ തന്നെ ഒരു ആക്ടിവിറ്റി സെലക്ട് ചെയ്ത് ടിക്കറ്റ് എടുത്തു. ഇതിൽ 2 ആക്ടിവിറ്റിയാണ് ഉണ്ടായിരുന്നത്. ആദ്യത്തേത് താരതമ്യേന എളുപ്പമായിരുന്നെങ്കിലും രണ്ടാമത്തേത് അല്പം കൂടി ഡിഫിക്കൽട്ടി ലെവൽ കൂടിയതായിരുന്നു.
വാഗമൺ അഡ്വഞ്ചർ പാർക്കിലെ ഏറ്റവും പ്രധാന ആകർഷണം എന്ന് പറയുന്നത് ഇവിടുത്തെ ഗ്ലാസ് ബ്രിഡ്ജാണ്. ഈ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാനുള്ള പ്രവേശന ഫീസ് ഒരാൾക്ക് 250 രൂപയാണ്. നമ്മളിവിടെ വന്ന് ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് ടിക്കറ്റ് എടുക്കുമ്പോൾ അവർ ആ ടിക്കറ്റിൽ ഒരു ടൈം സ്ലോട്ട് എഴുതി തരും. ആ സമയത്ത് മാത്രമേ നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് പ്രവേശനം ഉണ്ടായിരിക്കുകയുള്ളൂ. ഏകദേശം ഒരു 15ഓളം പേരുടെ ഒരു ബാച്ചായിട്ടാണ് അവർ നമ്മളെ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. നമുക്ക് 5 മിനിറ്റോളം ആ ബ്രിഡ്ജിൽ ചിലവഴിക്കാം. ആ ബാച്ച് ഇറങ്ങിയതിന് ശേഷം മാത്രമേ അവർ അടുത്ത ബാച്ചിലുള്ള ആൾക്കാരെ അങ്ങോട്ട് പ്രവേശിപ്പിക്കുകയുള്ളൂ. വൈകുന്നേരമായപ്പോൾ ഞങ്ങൾ അഡ്വഞ്ചർ പാർക്കിനടുത്ത് തന്നെയുള്ള ഫ്ലവർ ഗാർഡനിലേക്ക് പ്രവേശിച്ചു. ഞങ്ങൾ വന്ന ദിവസം ഇവിടെ ഒരു ഫ്ലവർ ഷോ നടക്കുന്നുണ്ടായിരുന്നു. ഏകദേശം 9 ദിവസത്തോളം മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു ഫ്ലവർ ഷോ ആയിരുന്നു അത്. ഇവിടെ ധാരാളം ഫോട്ടോ പോയിന്റുകൾ ഉണ്ടായിരുന്നു. എല്ലായിടത്തും നല്ല തിരക്കുമായിരുന്നു. ക്യൂ നിന്നാണ് ഫോട്ടോ എടുക്കാൻ സാധിച്ചത്. ചിലയിടങ്ങളിൽ തിരക്ക് കാരണം ഫോട്ടോ എടുക്കാൻ സാധിക്കാതെ പോകേണ്ടിയും വന്നു. സന്ധ്യ കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു മ്യൂസിക്കൽ ഫൗണ്ടൻ ഷോ ആരംഭിച്ചു. ഏകദേശം 10-15 മിനിറ്റോളം നീണ്ടുനിന്ന ഈ ഷോ അവിടെ ഉണ്ടായിരുന്ന എല്ലാ കാണികളെയും ആകർഷിക്കത്തക്ക വിധം വളരെ മനോഹരമായിരുന്നു. ഫ്ലവർ ഗാർഡനിലെ കാഴ്ചകൾ കണ്ടതിന് ശേഷം രാത്രിയായപ്പോൾ ഞങ്ങൾ താമസിക്കാൻ റൂമെടുത്ത സ്ഥലത്തെത്തി. ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി സ്റ്റേ ആണ്. വാഗമണിൽ നമുക്കിനി ഒരു ദിവസം കൂടെ ബാക്കിയുണ്ട്.
രണ്ടാം ദിവസത്തെ കാഴ്ചകളുമായി മറ്റൊരു വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ബൈ.